പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴുന്ന ക്ഷേത്രവും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും സജ്ജമായിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് ഇന്ന് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ഇന്നലെ രാത്രി തൊട്ടേ ഇവിടെ എത്തിയവരുണ്ട്, ഇന്ന് രാവിലെയും എത്തിയവരുണ്ട്. ഓരോ സംഘങ്ങളായി കൊച്ചിയിൽ നിന്നും കൊച്ചിക്ക് പുറത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം എത്തിയവരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ആടയാഭരണങ്ങളും പട്ടുടയാടയും തങ്കഗോളവും ഒക്കെ ചാർത്തി ദേവിയെ കാണാൻ ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചോറ്റാനിക്കര മകം തൊഴിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചോറ്റാനിക്കര ക്ഷേത്രങ്ങളും പരിസര പ്രദേശങ്ങളും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് അമ്മയെ കാണാൻ, ദേവിയെ കാണാൻ എത്തിയവരോട് നമുക്ക് ചോദിക്കാം. എവിടെ നിന്നാ വരുന്നേ? പറവൂര്, വടക്കം പറവൂര്. വടക്കം പറവൂര്. എല്ലാ വട്ടവും വരാറുണ്ടോ? ഇപ്പൊ 5-6 വർഷമായി വരണത്. ഇന്നാണോ വന്നേ? ഇന്നാണ് വന്നത് 2 മണിക്ക്. എപ്പോഴാണ്? രാത്രി 1 മണി. രാത്രി 1 മണിക്ക് വന്ന് ഇവിടെ നിൽക്കുന്നതാണല്ലേ? അപ്പൊ എല്ലാ കൊല്ലവും നിങ്ങൾ ഇവിടെ വന്ന് വരും എല്ലാ കൊല്ലവും വരും. അപ്പൊ ഇന്ന് മകൻ തൊഴിലാണ്. അപ്പൊ ഇന്ന് വന്ന് പ്രത്യേക അനുഗ്രഹങ്ങൾ വാങ്ങി പോവാനാണ്. സന്തോഷമായിട്ട് പോണം, കണ്ടു തൊഴുത്. ചേച്ചി എവിടുന്നാ? ഞാനും ഇവരുടെ കൂടെ വന്നതാ. നിങ്ങളൊരു സംഘമായിട്ട് വരുന്നതാണോ? അപ്പോ മൂന്നുപേരും കൂടെ വന്നത്. അപ്പോ അങ്ങനെ സംഘമായി വരുന്നവരുണ്ട്. ഇവരിപ്പോ ഒരു കുടുംബമാണ്. പക്ഷെ പല ടീമുകളായി ദേവിയെ കാണാൻ ഇന്ന് വന്ന് അനുഗ്രഹം വാങ്ങി പോവാൻ വരുന്നവരുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങള് കുറച്ചു പേരുണ്ട്. ഇന്നലെ 1 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടു. അപ്പോൾ തന്നെ ഇവിടെ വളരെ തിരക്കായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ സ്ഥാനത്ത് ഇരിക്കുന്നു. ഞങ്ങൾ ദേവി ദർശനമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 2 മണിക്കത്തെ ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും 2 മണിക്കാണ് മകം തൊഴൽ ആരംഭിക്കുക. രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർണ്ണമാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർണ്ണമാണ്. വലിയ ഭക്തജന തിരക്കാണ് നമുക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഹണി തങ്കപ്പിനൊപ്പം കീർത്തന കേശവൻ, റിപ്പോർട്ടർ.